എറർസും എക്ലിപ്സ് ഉപയോഗിച്ചുള്ള ഡീബഗ്ഗിങ്ങും എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഒരു ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ സംഭവിക്കാവുന്ന എറർസ്, എക്ലിപ്സ് ഉപയോഗിച്ച് അവ കണ്ടുപിടിക്കുന്നതും തിരുത്തുന്നതും, ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 11.10 എക്ലിപ്സ് 3.7. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങൾ എക്ലിപ്സിൽ ഒരു ജാവ പ്രോഗ്രാം സൃഷ്ടിച്ച് റൺ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു ലളിതമായ ജാവ പ്രോഗ്രാമിൽ സംഭവിക്കാവുന്ന ചില എറർസ്: സെമിക്കോളൻ നൽകാതിരിക്കുന്നത്, ഒരു സന്ദേശം ഡബിൾ ക്വോട്ട്സിനുള്ളിൽ നൽകാത്തത്, ഫയൽ നെയിമും ക്ലാസ് നെയിമും തമ്മിൽ ചേരാത്തത്, പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ലോവർ കേസിൽ ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് എക്ലിപ്സിൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ഇത്രയും എറർസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഹെല്ലോ വേൾഡ് ട്യൂട്ടോറിയലിൽ ഉപയോഗിച്ച പ്രൊജക്റ്റോട് കൂടിയ എക്ലിപ്സ് IDE കാണാം. ഈ പ്രൊജക്റ്റിൽ ഒരു പുതിയ ക്ലാസ് സൃഷ്ടിക്കുന്നു. ഇതിനായി ന്യൂ ക്ലാസ് ഉപയോഗിക്കുന്നു. ഈ ക്ലാസ്സിന് എറർ ഫ്രീ എന്ന പേര് നൽകുന്നു. എന്നിട്ട് മെത്തോട് സ്റ്റബ്സിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ തിരഞ്ഞെടുക്കുക. പാക്കേജ് എക്സ്പ്ലോറർ മിനിമൈസ് ചെയ്യട്ടെ. കമന്റുകൾ നീക്കം ചെയ്യുന്നു. കുറച്ച് എറർസ് വരുത്തി പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കുക. എക്ലിപ്സിൽ എറർ ഉള്ള വരി ഇടതു മാർജിനിൽ ഒരു റെഡ് ക്രോസ് മാർക്ക് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഇവിടെ system.out.println വരിയിൽ എറർസ് ഉള്ളതിനാൽ ഇടതുവശത്ത് റെഡ് ക്രോസ് മാർക്ക് കാണുന്നു. ക്രോസ് മാർക്കിന് മുകളിൽ മൗസ് വയ്ക്കുമ്പോൾ എററിന്റെ പട്ടിക കാണിക്കുന്നു. ആദ്യം കാണുന്ന എറർ ഇതാണ്. സിന്റാക്സ് എറർ, ഇൻസെർട്ട് സെമിക്കോളൻ ടു കംപ്ലീറ്റ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് നമ്മൾ പ്രോഗ്രാമിലെ ഓരോ സ്റ്റേറ്റ്മെന്റും സെമിക്കോളനിൽ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം സെമിക്കോളൻ നൽകുന്നു. Ctrl S പ്രസ് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മൾ സെമിക്കോളൻ നൽകിയതിന് ശേഷം ഫയൽ സേവ് ചെയ്യുമ്പോൾ ആദ്യത്തെ എറർ ഇല്ലാതാകുന്നു. ഇപ്പോൾ ഒരു എറർ മാത്രമേയുള്ളൂ. അത് പറയുന്നത് ഹെല്ലോ വർൾഡ് കനോട്ട് ബി റിസോൾവ്ഡ് ടു എ വേരിയബിൾ. ഇതിനർത്ഥം കൺസോളിൽ കാണിക്കേണ്ട എല്ലാ സന്ദേശങ്ങളും ഡബിൾ ക്വോട്ട്സിലാണ് നൽകേണ്ടത്. ക്വോട്ട്സ് ഇല്ലെങ്കിൽ ഹെല്ലോ വേൾഡ് ഒരു വേരിയബിളിന്റെ പേരെന്ന് ജാവ കരുതുന്നു. നമുക്ക് സന്ദേശത്തിന്റെ മുൻപും പിൻപും ഡബിൾ ക്വോട്ട്സ് നൽകാം. സേവ് ചെയ്യാൻ Ctrl S കൊടുക്കുക. റെഡ് ക്രോസ് ഇല്ലാതാകുകയും പ്രോഗ്രാം എറർ ഫ്രീ ആകുന്നതായും കാണാം. ഇപ്പോൾ പ്രോഗ്രാം റൺ ചെയ്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. കൺസോളിൽ സന്ദേശം പ്രിന്റ് ചെയ്യുന്നത് കാണാം. അടുത്ത എറർ പരിശോധിക്കാം. ഫയൽ നെയിമിന്റെയും ക്ലാസ് നെയിമിന്റെയും ചേർച്ചയില്ലായ്മ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് എക്ലിപ്സിൽ സാധാരണ സംഭവിക്കാറില്ല. എന്തെന്നാൽ നമ്മൾ ഒരു ഫയൽ സൃഷ്ടിക്കുന്നതിന് ന്യൂ ക്ലാസ് വിസാർഡ് ഉപയോഗിക്കുന്നതിനാൽ എക്ലിപ്സ് സ്വയമേ ഫയൽ സൃഷ്ടിക്കുന്നു. എന്നാൽ നമ്മൾ ഒരു ജാവ ഫയൽ എക്ലിപ്സിന് പുറത്ത് സൃഷ്ടിച്ചിട്ട് അത് പ്രൊജക്റ്റിൽ ചേർക്കുകയാണെങ്കിൽ ഈ എററിന് സാധ്യതയുണ്ട്. അതിനാൽ നമുക്ക് ക്ലാസ് നെയിം മാറ്റി ഈ എറർ വരുത്താം.
ജാവ കേസ് സെൻസിറ്റീവ് ആയതിനാൽ ഇപ്പോൾ ക്ലാസ് നെയിമും ഫയൽ നെയിമും ഒരേപോലെയല്ല. ഇടത് മാർജിനിലെ റെഡ് ക്രോസ് മാർക്ക് ശ്രദ്ധിക്കുക. എറർ സന്ദേശം "The public type error-free must be defined in its own file" എന്ന് കാണുന്നു. അതുപോലെ എറർ ഫ്രീ വാക്കിന് താഴെ കാണുന്ന ചുവന്ന വര ശ്രദ്ധിക്കുക. എക്ലിപ്സ് വിവേകപരമായി 2 തിരുത്തൽ മാർഗങ്ങൾ നൽകുന്നു. നമുക്ക് ഇവിടെ 2 തിരുത്തൽ മാർഗങ്ങളുണ്ട്. ആദ്യത്തേത് റിനേം കമ്പൈലേഷൻ യൂണിറ്റ് ടു എറർ-ഫ്രീ ജാവ. രണ്ടാമത്തേത് റിനേം the type to error-free. നമ്മൾ സ്വീകരിക്കുന്നത് രണ്ടാമത്തേതാണ്. ഫയൽ പുനർനാമകരണം ചെയ്യുമ്പോൾ ക്ലാസ് എറർ ഫ്രീ ആകുന്നു. ഇവിടുത്തെ എറർ ഇല്ലാതാകുന്നു. അടുത്ത എറർ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ടൈപ്പിംഗ് പിഴവുകൾ കാരണം സംഭവിക്കുന്നു. വലിയ അക്ഷരം Sന് പകരം ചെറിയ അക്ഷരം s കൊടുക്കുക. റെഡ് ക്രോസ് മാർക്ക് ശ്രദ്ധിക്കുക. എറർ സന്ദേശം ഇങ്ങനെ കാണുന്നു: സിസ്റ്റം cannot be resolved. ഇതിനർത്ഥം ജാവ സിസ്റ്റം എന്ന് പേരുള്ള ഒരു ക്ലാസ്സോ ഒബ്ജക്റ്റോ വേരിയബിളോ പ്രതീക്ഷിക്കുന്നു. എന്നാൽ കോഡിൽ ഒരു സിസ്റ്റം ഒബ്ജക്റ്റും കാണുന്നില്ല. സാധ്യമായ ചില തിരുത്തൽ മാർഗങ്ങൾ: മൊത്തം 11 തിരുത്തൽ മാർഗങ്ങൾ കാണുന്നു. അതിൽ നമുക്ക് വേണ്ടത് 8ാമത്തേതാണ്. ചേഞ്ച് ടു സിസ്റ്റം java.lang. വലിയ അക്ഷരം S നൽകുമ്പോൾ എറർ ഇല്ലാതാകുന്നു. ഇങ്ങനെയാണ് ജാവയിലെ എററുകൾ എക്ലിപ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതും തിരുത്തുന്നതും. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത്: ഒരു ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ള എറർസ്, എക്ലിപ്സ് ഉപയോഗിച്ച് ജാവ കണ്ടുപിടിക്കുന്നതും തിരുത്തുന്നതും. ഒരു അസൈൻമെന്റ്: താഴെ തന്നിട്ടുള്ള കോഡിലെ എറർസ് കണ്ടെത്തി അവ തിരുത്തുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.